ഹേ ഗായ്സ്, ഇറ്റ്സ് മീ രമ്യ കൃഷ്ണൻ. അപ്പം ഞാനും തെച്ചും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. തെച്ചു നാളെ രാവിലെ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവന്തിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. കാരണം നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആണ്, എല്ലാം ഉണ്ടാക്കി എടുക്കാനും ഒക്കെ എനിക്ക് സമയമുണ്ട്. അപ്പം ഞാനും തെച്ചും കൂടെ വീടിൻ്റെ അടുത്തുള്ള ലുലുവിലെത്തി കുറച്ച് ചിക്കനും ബീഫും കണവ, കൊഞ്ച്, അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സ്, നെല്ലിക്ക ഉപ്പിലിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി രാത്രിയിൽ റെഡിയാക്കണം. അപ്പം പകലൊക്കെ ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ദച്ചുവിനെ ഇന്ന് ഞാൻ സലൂണിലൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ദച്ചു ഉണ്ടായിരുന്ന കുറച്ച് മുടിയും കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് മുറിച്ചോട്ടെ എന്ന് ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പിരികൊക്കെ എടുത്തപ്പോൾ നല്ല വേദനയൊക്കെ സഹിച്ച ആളിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്നെ കാണിച്ചു തരേണ്ടത് മുടിയൊക്കെ വെട്ടിയത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിള്ളേരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന്. അപ്പോൾ രാത്രിയിൽ ഞാനും തെച്ചും കൂടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1:30 ആയതിനു ശേഷമാണ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൊഞ്ച് വറുത്തു, ചിക്കൻ വറുത്തു, പിന്നെ ചിക്കൻ കറിയാക്കി ഒന്ന് ഡ്രൈ ആക്കി ഇട്ടെടുത്തു. ബീഫ് ഒലത്താൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 1:45 അപ്പം ബീഫ് ഒലത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനാണ് കുറേ സമയം പോകുന്നത്. അപ്പം ബീഫ് ഈ പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ കുഴക്കട്ട എടുത്ത് വെച്ചു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചു. അപ്പം രാത്രിത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൈൻഡൊന്നും അത്ര ശരിയല്ല. കാരണം എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടാകുന്നത്. എന്നാലും ഒരു വീഡിയോയ്ക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ദച്ചുവിൻ്റെ അടുത്ത് അവന്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ മുന്നിൽ വെച്ച് കരയരുത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദച്ചു മാക്സിമം എല്ലാം പിടിച്ച് നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. പിന്നെ മോൾക്ക് 14 വയസ്സേ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും അകത്തേക്ക് കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ളൊരു എൻട്രി കിട്ടിയായിരുന്നു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം വെളിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായേനെ, കൊച്ചകത്ത് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ. അപ്പം ഞാൻ ടിക്കറ്റിൻ്റെ എല്ലാം വെബ് ചെക്കിനെല്ലാം ചെയ്ത് കൊടുത്ത് അവളുമായിട്ട് നേരെ ഇമിഗ്രേഷൻ വരെ പോകാനുള്ളൊരു പാസ്സാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് എന്താ പറയണേ, നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാര്യം ഇവരെ പോലുള്ള കൊച്ചു പിള്ളേരൊക്കെ അകത്തോട്ട് കയറി പോകുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അപ്പം ഇന്നലെ ഞാൻ സാധനം മേടിക്കാൻ പോയപ്പോൾ കണ്ടൊരു പാവക്കുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൾക്കത് വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഈ പാൻറ്റും ഈ ഷർട്ടും ഈ ഷൂസും ഒക്കെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഷൂസൊക്കെ മേടിക്കാൻ വേണ്ടി പോയ വീഡിയോസാണ് ഞാൻ നേരത്തെ ഇട്ടത്. അപ്പോൾ അവളെ പറഞ്ഞു വിട്ടു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ശരിക്കും ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ വരുന്നത്. കാര്യം അവന്തിയും പോയി, ദച്ചുവും പോയി. അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കായി. അപ്പം അന്നൊരു ചായയൊക്കെ കുടിച്ചു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷം. പ്രവാസികളായ ഓരോ അമ്മമാരും അവനവൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്യനാട്ടിൽ ജോലിക്ക് പോകേണ്ടി വരുമ്പോൾ സ്വന്തം മക്കളെ നാട്ടിൽ നിർത്തേണ്ടി വരുന്നതാണ് ഏറ്റവും പെയിൻഫുൾ. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ.